നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ന്യൂമോണിയ ബാധിച്ച് ദില്ലിയിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വിടവാങ്ങിയത് രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം. കൊച്ചി കടവന്ത്രയിലെ സുഭദ്രയുടെ കൊലപാതകം. പ്രതികളെ പിടികൂടി. കർണാടകയിലെ മണിപ്പാലിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത്. വൈക്കത്ത് 1 കോടിയിലധികം കണക്കില്ലാത്ത പണം പിടികൂടി എക്സൈസ് സംഘം. തലയോലപ്പറമ്പിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് അനധികൃത പണം കണ്ടെത്തിയത്. പത്തനംതിട്ട സ്വദേശി ഷാഹുൽ ഹമീദാണ് പിടിയിലായത്. വർദ്ധിപ്പിച്ച ക്ഷേമനിധി വിഹിതം പിൻവലിക്കണമെന്ന ആവശ്യം. അഖില കേരള ധീവരസഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യഭവന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ന്യൂമോണിയ ബാധിച്ച് ദില്ലിയിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. വിടവാങ്ങിയത് രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം. സീത എന്ന സുഹൃത്തുക്കൾ വിളിക്കുന്ന യെച്ചൂരി SFIയിലൂടെയാണ് CPM രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. 1974 SFIയിൽ അംഗമായ യെച്ചൂരി വൈകാതെ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. 1978 SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി അതേ വർഷം തന്നെ SFI അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. JNUവിലെ പഠനത്തിനിടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് അറസ്റ്റിലായി. 3 തവണ യെച്ചൂരിയെ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 1985 CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി 1992 മുതൽ CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ്. 2015 വിശാഖപട്ടണത്ത് നടന്ന 21ാം പാർട്ടി കോൺഗ്രസിൽ ദേശീയ സെക്രട്ടറിയായി. 1ാം UPA സർക്കാരും ഇടതുപക്ഷവുമായുള്ള ബന്ധത്തിലെ പ്രധാന കണ്ണിയായി വർത്തിച്ചത് യെച്ചൂരിയായിരുന്നു. നാളിതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ലെങ്കിലും ദേശീയ തലത്തിൽ CPMന്റെ വക്താവും മുഖവുമായിരുന്നു യെച്ചൂരി. ഭൗതിക ശരീരം പൊതുദർശനത്തിന് ശേഷം എയിംസിലെ മെഡിക്കൽ പഠന സംഘത്തിന് വിട്ടുകൊടുക്കും. കൊച്ചി കടവന്ത്രയിലെ സുഭദ്രയുടെ കൊലപാതകം. പ്രതികൾ പിടിയിലായി. കർണാടകയിലെ മണിപ്പാലിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നുകുഴിച്ചുമൂടിയ കേസിൽ 2 പേർ പിടിയിൽ. സുഭദ്രയുടെ അടുത്ത സുഹൃത്തുക്കളായ ദമ്പതികളെ കർണാടകയിൽ നിന്നാണ് പ്രത്യേക സംഘം പിടികൂടിയത്. ആഴ്ചകളായി ഒളിവിലായിരുന്ന മാത്യൂസും ശർമിളയും ഒടുവിൽ പോലീസിന്റെ വലയിലായി. കർണാടകയിലെ മണിപ്പാലിൽ നിന്ന് പിടികൂടിയ ദമ്പതികളുമായി പ്രത്യേക സംഘം ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ സുഭദ്രയെ എന്തിന്, എങ്ങനെ, എപ്പോൾ കൊന്നു എന്നുള്ളതിന് വ്യക്തതയുണ്ടാകും. കൊച്ചി കടവന്ത്ര സ്വദേശിനിയായ 72-കാരിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. മാത്യൂസും ഭാര്യ ശർമിളയും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ പിറകിലെ കുഴിയിൽ നിന്ന് ലഭിച്ച മൃതദേഹം ജീർണിച്ചിരുന്നു. സ്വർണം തട്ടിയെടുക്കാനായി വയോധികയെ മർദ്ദിച്ചു കൊന്നതാകാം എന്നാണ് അനുമാനം. ദമ്പതികൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. മാത്യൂസും ശർമിളയും വിവിധ ജ്വല്ലറികളിൽ വിറ്റ സുഭദ്രയുടെ സ്വർണം അന്വേഷണ സംഘം വീണ്ടെടുത്തു. കൊല്ലപ്പെടുന്നതിന് മുമ്പ് 72-കാരി ക്രൂരമർദ്ദനത്തിന് ഇരയായി. സുഭദ്രയുടെ ദേഹത്ത് നിറയെ ഒടിവും ചതവുമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വൈക്കത്ത് 1 കോടിയിലധികം കണക്കില്ലാത്ത പണം പിടികൂടി എക്സൈസ് സംഘം. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തലയോലപ്പറമ്പിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് അനധികൃത പണം കണ്ടെത്തിയത്. പത്തനംതിട്ട സ്വദേശി ഷാഹുൽ ഹമീദ് പിടിയിലായി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വൈക്കം തലയോലപ്പറമ്പിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പത്തനംതിട്ട സ്വദേശിയായ ഷാഹുൽ ഹമീദിന്റെ കയ്യിൽ നിന്നും അനധികൃത പണം കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്തേക്ക് വന്ന വോൾവോ ബസിൽ നിന്നാണ് ഇയാളിൽ നിന്നും പണവും 10 ബ്രിട്ടീഷ് പൗണ്ടുകളും കിട്ടിയത്. 1 കോടിക്ക് മുകളിൽ വരുന്ന തുകയ്ക്ക് ഇയാളുടെ കയ്യിൽ മതിയായ രേഖകളില്ലെന്ന് എക്സൈസ് പറഞ്ഞു. MDMA, കഞ്ചാവ്, മദ്യം ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുന്നതിനായി എക്സൈസ് നടത്തിയ ഓണം സ്പെഷ്യൽ പരിശോധനയ്ക്കിടെയായിരുന്നു സംഭവം. വൈക്കം റേഞ്ച്, കടുത്തുരുത്തി റേഞ്ച്, എക്സൈസ് സർക്കിൾ എന്നിവർ ഉൾപ്പെടുന്ന 3 ടീമുകൾ ചേർന്ന് നടത്തിയ പരിശോധനയിൽ സെല്ലോ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞ നിലയിലായിരുന്നു പണം കണ്ടെത്തിയത്. പണം എണ്ണി തിട്ടപ്പെടുത്തി പോലീസിന് കൈമാറും. വൈക്കം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സ്വരൂപ് BRന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വർദ്ധിപ്പിച്ച ക്ഷേമനിധി വിഹിതം പിൻവലിക്കണമെന്ന ആവശ്യം. അഖില കേരള ധീവരസഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യഭവന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തേവർവട്ടം മത്സ്യഭവന് മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ധീവരസഭ സംസ്ഥാന സെക്രട്ടറി NR ഷാജി ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് കാറ്റാടിമരങ്ങളുണ്ടായിരുന്നു. ആ ആയിരക്കണക്കിന് കാറ്റാടിമരങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് ആയിരക്കണക്കിന് പോലീസിനെ അണിനിരത്തിക്കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് വെട്ടിമാറ്റി. അവിടെ ഇപ്പോൾ തനിച്ചായി കിടക്കുക. അപ്പോൾ ആ വീതി കുട്ടികൾക്ക് ഉദ്ദേശിക്കുകയാണ് ആ കാറ്റാടിമരങ്ങളെ അവിടെ വെട്ടിമാറ്റി. തോട്ടപ്പള്ളിയിൽ കരിമണൽ നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നമുക്കറിയാം. ഇതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ ദോഷങ്ങളെന്ന് വിവരിച്ചാൽ
സാധാരണക്കാരുടെ ഇവർ പറയുന്നത് എന്താണ്? കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമോ, കുട്ടനാട്ടിൽ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതാണ് പറയുന്നത്. യഥാർത്ഥത്തിലാണോ? കുട്ടനാട്ടിലെ ജലം ഒഴുകി പോകുവാൻ ഞാൻ നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ച കാര്യമാണ്. തണ്ണീർമുക്കം ഫണ്ടിന്റെ ഷട്ടറുകൾ സ്വാഭാവികമായും തുറന്നു വെച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ മത്സരങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നല്ലൊരു ഈടൊഴുക്കുകൾ ഉണ്ടാകുന്ന കാര്യത്തിലുള്ള സംശയമില്ല. എന്നാൽ അതും ശ്രദ്ധിക്കാതെയാണ് ഈ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തോട്ടപ്പള്ളി കരിമണൽ ഖനന കൊള്ളക്കെതിരെ അഖില കേരള ധീവരസഭ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. ഉൾനാടൻ ജലാശയങ്ങളിലെ പോളപ്പായൽ നീക്കം ചെയ്യുക, സർക്കാർ നിർത്തലാക്കിയ ഭവന നിർമ്മാണ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിച്ചു. ഡി ഷൺമുഖൻ, കെ തങ്കരാജ്, സി ഗോപിനാഥ്, പി പവനൻ, കെ കെ കരുണാകരൻ, രതി നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്തു. വാസ്കോ സോക്കർ ലീഗ് 2024 അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 13 മുതൽ 19 വരെ വാരനാട് വാസ്കോ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 39ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾക്കൊപ്പം വിദേശ താരങ്ങളും അണിനിരക്കും. 13-ാം തീയതി വൈകിട്ട് വാസ്കോ പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. സുധി പിഷാരത്തിന്റെ അധ്യക്ഷതയിൽ ചേർത്തല ഡിവൈഎസ്പി ബെന്നി കെ വി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിക്കാൻ വാസ്കോ ശ്രമിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലെ പുരുഷ ഫുട്ബോൾ ടീം അംഗങ്ങളും, കൂടാതെ വനിതകൾക്കായിട്ടൊരു പ്രത്യേക മത്സരം തൃശ്ശൂർ, തിരുവനന്തപുരം തുടങ്ങിയ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടും നടത്തപ്പെടുകയാണ്. ടൂർണമെൻ്റ് ഉദ്ഘാടനം നാളെ ബഹുമാനപ്പെട്ട ചേർത്തലയുടെ മുൻ ഡിവൈഎസ്പി ബെന്നി കെ വി അവർ നിർവഹിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ മുഖ്യാതിഥി നമ്മുടെ ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ TS അജയ്കുമാർ അവറുകളാണ്. ഈ ടൂർണമെൻറ്റിൽ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുനീഷ് വാരനാട്, ഒപ്പം ഈ കഴിഞ്ഞ ദിവസം വനിതാ അവാർഡ് കേരള സർക്കാരിൻ്റെ നേടിയ വാസന്തി വിജയൻ എന്നിവരെ ആദരിക്കുന്നു. നഗരസഭ വൈസ് ചെയർമാൻ TS അജയ്കുമാർ വിശിഷ്ട അതിഥിയാകും. തങ്കച്ചൻ വി തോട്ടങ്കര, സജി ആന്റണി എന്നിവരും സംസാരിക്കും. ഹരികൃഷ്ണൻ സ്വാഗതവും കുമാരി നയന നന്ദിയും പറയും. ആദ്യ ദിവസം കോപ്റ്റർ ആർമി തുമ്പോളിയും റെഡ് സ്റ്റാർ തൃച്ചാറ്റുകുളവും ഏറ്റുമുട്ടും. 19-ന് ഫൈനൽ മത്സരം നടക്കും. അന്താരാഷ്ട്ര യുവ വ്യവസായി മാത്യു ജോസഫ് കരോണ്ടുകടവിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്യും. ലക്ഷ്മി ഗ്യാസ് ഏജൻസി MD ഹരിദാസ് ഇന്ദീവരം വിശിഷ്ട അതിഥിയാകും. സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധം. ഈ മാസം 14-ന് കർഷക കോൺഗ്രസ് ആലപ്പുഴ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിമന്ത്രിയുടെ വസതിയിലേക്ക് വമ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. പാലമേൽ മറ്റപ്പള്ളിയിൽ നടക്കുന്ന ധർണ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. വന്യമൃഗശല്യത്തിനും ഓണാട്ടുകര മേഖലയിലെ കാട്ടുപന്നി ശല്യത്തിനുമെതിരെ പ്രതിരോധ നടപടി സ്വീകരിക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെയാണ് കൃഷിമന്ത്രി P പ്രസാദിന്റെ പാലമേൽ മറ്റപ്പള്ളിയിലെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ മാസം 14-ന് നടക്കുന്ന മാർച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. കർഷക കോൺഗ്രസിന്റെയും സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തല നേതാക്കളടക്കം 100 കണക്കിന് പ്രവർത്തകർ മാർച്ചിലും ധർണയിലും പങ്കെടുക്കും. അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിന് സ്വന്തം പേരിലുള്ള വസതി, അദ്ദേഹവും അമ്മയും താമസിക്കുന്ന. ഇപ്പൊ അദ്ദേഹം തിരുവനന്തപുരത്ത് മന്ത്രിമന്ദിരത്തിലാണ്, അല്ലെങ്കിൽ ചിലപ്പം ചേർത്തലയിലും പോവാം. പക്ഷേ അദ്ദേഹത്തിന്റെ ജന്മദേശം പൊക്കിൾക്കൊടി ബന്ധമുള്ള ഓണാട്ടുകരയുടെ പ്രിയപ്പെട്ട പുത്രനെന്ന് ഞങ്ങളൊക്കെ പുകഴ്ത്തിയ ആ പ്രിയപ്പെട്ട പ്രസാദ് 3 വർഷമായി കേരളത്തിലെ കൃഷിമന്ത്രിയായിരിക്കുമ്പോൾ ഓണാട്ടുകരയുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കുവാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഈ പന്നിശല്യം നേരിട്ട വ്യക്തികളുടെ വീട്ടിൽ പോകണ്ട. പൊതുവായി അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്ത് അദ്ദേഹം കളിച്ചു വളർന്ന പ്രദേശത്തുള്ള ലെപ്രസി സാനിറ്റോറിയത്തിന്റെ അങ്കണത്തിൽ ഒരു പാവപ്പെട്ട കർഷകൻ ലീസിനെടുത്ത്, ഗവൺമെന്റിൽ നിന്ന് ലീസിനെടുത്ത് കൃഷി ചെയ്ത കൃഷി നശിച്ചിടത്ത് പോലും പോയി നോക്കാൻ പോലും ഒരു മനോഭാവം കാണിച്ചിട്ടില്ല. അതിനെതിരെയാണ് ഉത്രാട നാളിൽ കർഷക കോൺഗ്രസിന്റെ തെക്കൻ മേഖലാ കമ്മിറ്റി ഇങ്ങനെ ഒരു സമര പരിപാടി നടത്തുവാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയങ്കരനായ അവിടുത്തെ ഈ കാട്ടുപന്നി ശല്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂൻസിലാണ്. ഇനി തീരപ്രദേശം മുതൽ അങ്ങ് മലമ്പ്രദേശം വരെ നീണ്ടുകിടക്കുന്ന അതിവിസ്തൃതമായ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി ഉജ്ജ്വലമായി പ്രവർത്തിക്കുന്ന, ഏത് ജനകീയ പ്രശ്നങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KP ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്
ശ്രീ മാത്യു ചെറുവർമ്മൻ കർഷക സന്ദേശം നടത്തും. ഈ സമരത്തിൽ ഇതൊരു രാഷ്ട്രീയ സമരമായിട്ട് മാത്രം, കർഷക കോൺഗ്രസിൻ്റെ മാത്രം ഒരു സമരമായിട്ടല്ല, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ ഗ്രാവിറ്റി, അത് ഞങ്ങളുടെ ആരുടെയും പത്രസമ്മേളനത്തിൻ്റെ ഖ്യാതിയിൽ മാത്രമല്ല, അതിൻ്റെ കണ്ടന്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് നിങ്ങൾ പരമാവധി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓണം കളറാക്കാനൊരുങ്ങി നഗരസഭയും. നഗരസഭാ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണവിപണി പ്രവർത്തനം തുടങ്ങി. ചേർത്തല മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിലാണ് ഓണവിപണി തുടങ്ങിയത്. 4 ദിവസങ്ങളിലായാണ് പ്രവർത്തനം. ഏത്തക്കുല, പച്ചക്കറി, കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകരുടെ പക്കൽ നിന്നും സംഭരിക്കുന്നു. ഓണത്തിനാവശ്യമായ കാർഷിക വിളകൾ വിപണിയിൽ നിന്നും വാങ്ങാനും ധാരാളം പേർ എത്തുന്നുണ്ട്. ചേർത്തല സബ് ട്രഷറിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണനിലാവ് എന്ന പേരിലാണ് പരിപാടി നടത്തിയത്. ചേർത്തല ട്രഷറിയിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന മുതിർന്ന അംഗം കമല പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സബ് ട്രഷറി ഓഫീസർ PN പ്രേംജിത്ത് ലാൽ അധ്യക്ഷത വഹിച്ചു. സുരേഷ് S, ജോൺ TJ, PS വിനോദ്, ഹരികുമാർ, സ്മിത, സാനു എന്നിവർ സംസാരിച്ചു. ചേർത്തല സബ് ട്രഷറിയുടെ നേതൃത്വത്തിൽ ഇത്തവണ ഓണം ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ചുരുക്കിയാണ് ഞങ്ങൾ ഇത്തവണ ഓണാഘോഷം നടത്തുന്നത്. ഓണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മറക്കുവാൻ പറ്റാത്ത അനുഭവമാണ്. കുട്ടികൾ സാബു R നന്ദിയും പറഞ്ഞു. തുടർന്ന് ട്രഷറി ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത വിവിധ കലാപരിപാടികളും നടന്നു. മത്സര വിജയികൾക്ക് സബ് ട്രഷറി ഓഫീസർ PN പ്രേംജിത്ത് ലാൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനയുടെ സ്ഥാപക ദിനാഘോഷവും ഓണക്കിറ്റ് വിതരണവും നടത്തി. ഇതോടൊപ്പം സംഘടനയുടെ മുൻകാല നേതാക്കളെ ആദരിക്കുകയും ചെയ്തു. ആലപ്പുഴ ജെൻഡർ പാർക്കിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആ രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ പദ്ധതി കാലയളവിൽ ബ്ലൈൻഡായിട്ടുള്ള കുറേയേറെ സഹോദരങ്ങൾ ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയും അവർക്ക് വീട്ടിലിരുന്ന് ഉപജീവനമാർഗം കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ ലാപ്ടോപ്പും അതിൻ്റെ പരിശീലനവും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ ജില്ലയിൽ 3 മാസക്കാലം ആപ്ലിക്കേഷൻ സമർപ്പിച്ച 15 പേർക്കും പരിശീലനവും കൊടുത്തു, ലാപ്ടോപ്പും വിതരണം ചെയ്തു. ഒരു ജില്ലയും അങ്ങനെ ചെയ്തിട്ടില്ല. ആലപ്പുഴ ജില്ലാ പഞ്ചായത്താണ് ആദ്യമായിട്ട് അത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സെക്രട്ടറി KC രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ADM ആശാസി എബ്രഹാം മുഖ്യ അതിഥിയായിരുന്നു. സംഘടനയുടെ മുൻകാല നേതാക്കളായ CK അബുബക്കർ, KJ വർഗീസ്, TN മുരളീധരൻ, N ചന്ദ്രശേഖരൻ നായർ എന്നിവരെ ആദരിച്ചു. അഡ്വക്കേറ്റ് JNC ദാസ്, നഗരസഭാ കൗൺസിലർ PS ഫൈസൽ, PM ഷാജി, DS മാധവൻ, NT ബാലകൃഷ്ണൻ, VK സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് ജോലി ലഭ്യമാക്കാനുള്ള പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത്. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 ലക്ഷം രൂപയോളം ഇതിനായി നീക്കിവെച്ചിട്ടുണ്ടെന്നും KG രാജേശ്വരി പറഞ്ഞു. 25 ലക്ഷം രൂപയാണ് പദ്ധതി പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കേരള ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക്കൽ കൗൺസിൽ, കേരള നോളജ് ഇക്കോണമി മിഷൻ എന്നിവയുമായി ചേർന്നാണ് വിജ്ഞാന ആലപ്പുഴ എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും കുടുംബശ്രീയും പദ്ധതിയുടെ ഭാഗമാകും. അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരെ കണ്ടെത്താൻ വാർഡ് തലം മുതൽ സർവേ നടത്തും. തൊഴിൽ ആവശ്യമുള്ള മുഴുവൻ പേരെയും ബ്ലോക്ക് തലത്തിൽ രജിസ്റ്റർ ചെയ്യും. ഈ മാസം 25 മുതലാണ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തും. ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഈ തുക അപര്യാപ്തമാണെങ്കിൽ കൂടുതൽ പണം അനുവദിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. തൊഴിൽ ദാതാക്കളെയും തൊഴിൽ അന്വേഷകരെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. KDSKിൻ്റെയും അതുപോലെ നോളജ് എക്കോണമി മിഷൻ്റെയും കൂടെ സഹായത്തോടുകൂടി നമ്മുടെ ജില്ലയിലെ കുടുംബശ്രീ സംവിധാനങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ ജില്ലയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള മുഴുവൻ പേർക്കും
വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ജില്ലാ പഞ്ചായത്തിൻ്റെ തുടക്കത്തിലുള്ള ബഡ്ജറ്റിൽ ഇത് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ലയിൽ 6ഓളം ജോബ് ഫെയറുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ആ 6ഓളം ജോബ് ഫെയറിലായിട്ട് ആയിരക്കണക്കിന് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളാണ് തൊഴിലന്വേഷകരായി എത്തിയത്. അതിൽ 2356 പേർക്കാണ് നമുക്ക് തൊഴിൽ കൊടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 3456 പേർക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ആ ജോബ് ഫെയറിൽ ഞങ്ങൾ കണ്ടൊരു കാര്യം, തൊഴിൽ ദാതാക്കളായിട്ട് വരുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ പ്രദാനം ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ടും കഴിയാതെ പോകും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയാതെ പോവുക. ഇപ്പോൾ ബികോം പാസ്സായിട്ടുണ്ട്, പക്ഷേ ടാലി കൂടെ വേണം. ബികോം നിശ്ചിത യോഗ്യതയ്ക്കൊപ്പം ഭാഷാ പരിജ്ഞാനം ഉൾപ്പെടെയുള്ളവ ആവശ്യമെങ്കിൽ തൊഴിൽ അന്വേഷകർക്ക് പരിശീലനം നൽകും. അഭ്യസ്ത വിദ്യരല്ലാത്ത തൊഴിൽ രഹിതർക്കും പദവിയിലൂടെ തൊഴിൽ ലഭ്യമാക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് R റിയാസ്, സെക്രട്ടറി KR ദേവദാസ് എന്നിവരും പങ്കെടുത്തു. ആലപ്പുഴ സുന്നി മഹൽ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഈ മാസം 16-ന് നബിദിന റാലിയും സമ്മേളനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുന്നി മഹൽ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം 4-ന് നബിദിന റാലി നടത്തും. റാലിക്ക് മഹൽ ഇമാമുമാർ നേതൃത്വം നൽകും. വൈകുന്നേരം 4-ന് മസ്താൻ പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന നബിദിന റാലി 6 മണിക്ക് സക്കരിയ ബസാറിൽ സമാപിക്കും. തുടർന്നുള്ള നബിദിന സമ്മേളനം സയ്യിദ് PMSA ആറ്റക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിവിധ മഹല്ല് സംഘടനാ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സയ്യിദ് PSMA ആറ്റക്കോയ തങ്ങൾ, PA ശിഹാബുദ്ദീൻ മുസ്ലിയാർ, PK ബാദുഷാ സഖാഫി, സിറാജുദ്ദീൻ ഫൈസി, സുധീർ മുസ്ലിയാർ, MS ജുനൈദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചേർത്തല കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ ശ്രീസൂക്ത പൂർവക സൗഭാഗ്യലക്ഷ്മി യാഗം നവംബർ 1 മുതൽ 10 വരെ നടക്കുന്നു. ഇതിനു മുന്നോടിയായി സ്വാഗത സംഘം ഓഫീസിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. യാഗത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ പഴമയുടെ തനിമയോടെയാണ് സ്വാഗത സംഘം ഓഫീസ് ഒരുക്കുന്നത്. തെങ്ങിൻ തടിയിൽ പഴയകാല വീടിന്റെ മാതൃകയിൽ വാസ്തുശാസ്ത്ര പ്രകാരമാണ് നിർമ്മാണം. മേൽക്കൂരയിൽ ഓലമേയും, വശങ്ങൾ ഓലയും പനമ്പും കൊണ്ട് മറയ്ക്കും. പൗരാണികതയുടെ ഛായ പകരുന്ന അലങ്കാരങ്ങളും ഉണ്ടാകും. കണ്ടമംഗലം ദേവസ്വം മുൻ വൈസ് പ്രസിഡന്റും കടക്കരപ്പള്ളി 552 നമ്പർ SNDP ശാഖായോഗം സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PM അരുൺകുമാർ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. നടക്കുന്നത് ഈ കർമ്മം നിർവഹിക്കുന്നത് ദേവസ്വത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും ഇപ്പോൾ 552 SNDP ശാഖായോഗത്തിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ഈ സൗസംഘ ഓഫീസിൻ്റെ ഇത് നടത്തുന്നത്. അദ്ദേഹം ഈ ക്ഷേത്രസമിതിയായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഈ യാഗത്തിൻ്റെ സംഘാടന സമിതിയായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നയാൾ തന്നെയാണ്. നമ്മളുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ഏറെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. സ്വാഗത സംഘം ചെയർമാൻ അനിൽകുമാർ 5-ാം തറ അധ്യക്ഷനായി. രാധാകൃഷ്ണൻ തേറാത്ത്, തിലകൻ കൈലാസം, PA ബിനു, KP ആഘോഷ് കുമാർ, സുരേഷ് മാമ്പറമ്പൻ എന്നിവർ ഉൾപ്പെടെയുള്ള ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഇനി അറിയിപ്പ്. കേരള വാട്ടർ അതോറിറ്റിയുടെ തൈക്കാട്ടുശ്ശേരി ശുദ്ധീകരണശാലയിൽ നിന്നും കുടിവെള്ളം പമ്പ് ചെയ്യുന്ന പ്രധാന പൈപ്പ് ലൈനിൽ ചേർത്തല 11-ാം മൈലിന് സമീപം രൂപപ്പെട്ട ലീക്ക് പരിഹരിക്കുന്നതിനാൽ ചേർത്തല മുനിസിപ്പാലിറ്റി പള്ളിപ്പുറം, തണ്ണീർമുക്കം, മുഹമ്മ, കഞ്ഞിക്കുഴി, ചേർത്തല തെക്ക്, മാരാരിക്കുളം വടക്ക് എന്നീ പഞ്ചായത്തുകളിൽ വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ ശുദ്ധജല വിതരണം മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ന്യൂമോണിയ ബാധിച്ച് ദില്ലിയിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വിടവാങ്ങിയത് രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം. കൊച്ചി കടവന്ത്രയിലെ സുഭദ്രയുടെ കൊലപാതകം, പ്രതികളെ പിടികൂടി. കർണാടകയിലെ മണിപ്പാലിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത്. വൈക്കത്ത് 1 കോടിയിലധികം കണക്കില്ലാത്ത പണം പിടികൂടി എക്സൈസ് സംഘം. തലയോലപ്പറമ്പിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് അനധികൃത പണം കണ്ടെത്തിയത്. പത്തനംതിട്ട സ്വദേശി ഷാഹുൽ ഹമീദാണ് പിടിയിലായത്. വർദ്ധിപ്പിച്ച ക്ഷേമനിധി വിഹിതം പിൻവലിക്കണമെന്ന ആവശ്യം. അഖില കേരള ധീവരസഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യഭവന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.